ഈ ഒരു ഡ്രസ്സിൻ്റെ ബോഡി പാർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതിന് ഒരു സൈഡിൽ ഷോൾഡർ കൊടുക്കാതെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കോട്ടൺ ലൈനിങ്ങിലാണ് എല്ലാ അളവും കൊടുത്തിട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബോഡി പാർട്ട്. ഇത് 1.5 വയസ്സായ കുട്ടികളുടെ ഒരു അളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് രണ്ടും ഒരേ അളവ് തന്നെയാണ്, ബാക്കിലും ഫ്രണ്ടിലും ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഷോൾഡർ ഇല്ലാത്ത ഡ്രസ്സ് ചെയ്യുമ്പോൾ നെക്കിന് മാത്രം നമ്മൾ അധികം ലെങ്ത്ത് കൊടുക്കൂല. പിന്നെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ സ്ലീവ് ഒന്നും വെക്കാത്തതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി വെട്ടിയിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു സൈഡിലേക്കുള്ളത് കട്ട് ചെയ്യില്ല. അതിന് നമ്മളിത് അളവെടുത്ത ഈ ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ട് നീർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്ക് പാർട്ടൊക്കെ ശരിക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കൽ. ഒരു സൈഡത്തെ ഷോൾഡർ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യൽ. പിന്നെ നമ്മൾ ഗ്രേപ്പ് തുണിമലും ടോയ്ലറ്റിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രീ സൈസിലാണ് ഫുള്ളായിട്ട് കട്ട് ചെയ്തൽ. പിന്നെ ഞാൻ ബാക്ക് പാർട്ടിൽ 2 ഭാഗം മാത്രം കറക്റ്റായിട്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇതും ഞാൻ അങ്ങനെ കട്ട് ചെയ്യലില്ല, പക്ഷേ ഞാൻ ഈ ഒരു മോഡലായപ്പോൾ മാത്രമാണ് ബാക്ക് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ട് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല. ബാക്കിലെ 2 പാർട്ട് ഞാൻ 3 ഭാഗം കൂടി കൂട്ടിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഷോൾഡർ ഇല്ലാത്ത ഈ ഒരു പാർട്ട് മാത്രം നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അത് ഞാൻ ലൈനിങ്ങുമ്പിലും പിന്നെ നെറ്റുമ്പിലും ഞാൻ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ലേനി. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഞാനത് നെക്കിൻ്റെ ഭാഗവും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തത്. പിന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ മറിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യൽ. പിന്നെ ഫുള്ളായിട്ട് ഞാൻ പതിച്ചടിച്ചതിന് ശേഷം അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ പാർട്ട് ഫുള്ളായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് ഇനി നമ്മൾ ബാക്കിലെ പാർട്ട് വെക്കുന്നത്. ബാക്കിലെ പാർട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഷോൾഡർ നമ്മൾ കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് ഊരിയതിന് ശേഷം ആദ്യം ആ ടോയ്ലറ്റും പിന്നെ അതിൻ്റെ മെയിൻ പാർട്ടിൻ്റെ ലൈനിങ്ങും മാത്രം ഞാൻ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് പാർട്ടിലാണ് നമ്മൾ ഈ കോട്ടൺ ലൈനിങ് വെച്ചുകൊണ്ട് ആം ഹോളും ഷോൾഡറും നെക്കും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം അതിൻ്റെ തുമ്പൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്ത് കണ്ട് കിട്ടും. സ്ലീവ് ഇല്ലാത്ത ചെയ്യുന്ന എല്ലാ ഉടുപ്പിനും ഞാൻ ഈ രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കൽ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് 2 ഭാഗവും ആം ഹോളിൻ്റെ അവിടെയും പിന്നെ ഷോൾഡറൊന്നും തുമ്പ് കാണാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് മോഡൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ മോഡലിൽ തന്നെ നമുക്ക് നെക്കിൻ്റെ അവിടെ ഒന്നായിട്ട് ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് നെറ്റിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാർട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇതിങ്ങനെ പിൻ ചെയ്ത് വെച്ചത് എപ്പോഴും ഇത് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചത്. ഇങ്ങനെ ഈ പിന്നെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അടിഭാഗത്ത് ആ കോട്ടൺ ലൈനിങ് ഫ്രണ്ട് പാർട്ടൊക്കെ കൊടുത്തിട്ട് അവിടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രം അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ മറിച്ചെടുക്കുന്നത്. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ കാരണം മേലത്തെ ഭാഗവും അടിയത്തെ ഭാഗവും ഏകദേശം ഇത് ഒരുപോലെ വരുന്നതുകൊണ്ട് നമുക്ക് മാറണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്. മറിച്ചെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ ചുറ്റുവട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചെയ്യൽ. നമുക്ക് ഇതിപ്പോൾ സിബ്ബാണ് പിടിപ്പിക്കാനുള്ളത്. ഇന്നർ സിബ്ബാണ് ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. ഇന്നർ സിബ്ബ് പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ആദ്യം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ സൈഡ് മൂട്ടി കൊടുക്കണം ചെയ്യൽ സിബ്ബ് വെച്ചതിന് ശേഷം. അപ്പോൾ അത് ഞാൻ ഫ്രണ്ട് പാർട്ടിക്ക് ആദ്യം ചെറിയൊരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിന്നെ ഉൾഭാഗം മറിച്ചെടുത്തിട്ട് നമ്മൾ അളവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി അടിഭാഗത്തേക്ക് കുറച്ച് പ്ലീറ്റ് ഇടാനും പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പേള് തുന്നാനുണ്ട്. അത് പേളും സീക്വൻസും പൂവിൻ്റെ പോലത്തെ സീക്വൻസാണ് തുന്നി കൊടുത്തിട്ടുള്ളത്. അത് കസ്റ്റമർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 1.5 വയസ്സായ കുട്ടികളുടെ ഫ്രോക്കായിരുന്നു. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് ഷിഫ്റ്റ് നെറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, കോട്ടൺ ലൈനിങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റ് നെറ്റ് വേണ്ടെന്ന്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ഇത് 2 തട്ടാക്കിയിട്ടു പിന്നെ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ സീക്വൻസ് ഫുള്ളായിട്ട് തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലെ സീക്വൻസ് നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, എന്നാലും ബോറില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ നമ്മൾ ഫ്രണ്ടിൽ മാത്രം അങ്ങനെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് കസ്റ്റമർ അധികം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഫ്ലവറിൻ്റെ ഒരു ഹെയർ ബാൻഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. പിന്നെ ഇതുപോലെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. പിന്നെ ഇതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ആദ്യത്തെ വീഡിയോസിനിട്ട കമൻറ്റുകളൊക്കെ ഞാൻ കാണലുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, കാരണം കുറച്ച് കസ്റ്റമർ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ കല്യാണ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.